Good afternoon. Good afternoon. Good afternoon. Miss. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, Prayer ma'am. എല്ലാം കഴിഞ്ഞിരുന്നോ? പ്രേയറിലെല്ലാം കഴിഞ്ഞിരുന്നോ? ഇല്ല. പ്ലീസ് ആരാ പ്രേയർ? അരുവില്ല. ഞാൻ പാടാം. പ്രപഞ്ചമാകെ വെളിച്ചം വിതയ്ക്കും പ്രതിഭാസമീ സർഗ പ്രതിഭാസമീ പ്രണമിക്കുന്നു ഞങ്ങൾ പ്രസാദമരുളേണമേ. അക്ഷരദീപം കൊളുത്തി അത്ഭുതലോകം വിടർത്തി. അക്ഷരദീപം കൊളുത്തി അത്ഭുതലോകം വിടർത്തി. വിശ്വം മുഴുവൻ വീടായി മാറ്റും. വിശ്വം മുഴുവൻ വീടായി മാറ്റും. വിജ്ഞാനനിധി തേടുന്നു ഞങ്ങൾ, വിജ്ഞാനനിധി തേടുന്നു. പ്രപഞ്ചമാകെ വെളിച്ചം വിതയ്ക്കും പ്രതിഭാസമീ സർഗ പ്രതിഭാസമീ പ്രണമിക്കുന്നു ഞങ്ങൾ പ്രസാദമരുളേണമേ. താങ്ക് യു മാം. ഞാൻ ആദ്യമായിട്ട് പ്രേയർ നല്ല രസമുണ്ടായിരുന്നു, നല്ല വരികൾ. എന്റെ ശബ്ദം പൊട്ടേ, ഞാൻ പാടാറില്ല. കാരണം പാടാന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നല്ലൊരു പാട്ടാണ്. സാധാരണ ഞാൻ പറയാമെന്നാണ് ചിലര് പറയുന്നത്. പറയാന്ന് പറയുമ്പോ ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ് എന്ന് വിചാരിക്കും. പാടാന്ന് പറഞ്ഞപ്പോ എന്തായാലും നല്ലൊരു പാട്ട് പ്രതീക്ഷിച്ചു. അത് തന്നെ നന്നായിരുന്നു, നല്ല വരികളായിരുന്നു. ഓക്കെ, ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും ഷെയർ ചെയ്യാണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളാട്ടോ, മാക്സിമം ഉപയോഗിക്കുക. കാരണം ഇപ്പൊ നിങ്ങളുടെ പ്രൈവസിയാണ്. ഓഡിയോ ഓൺ ചെയ്യണോ, വീഡിയോ ഓൺ ചെയ്യണോ, സംസാരിക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങള്, ഒപ്പീനിയൻ പറയണോ, സജഷൻ പറയണോ, എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ പ്രൈവസിയാണ്. ആരും നിർബന്ധിക്കില്ല. പക്ഷെ നമ്മളൊരു സ്റ്റുഡൻസിന്റെ ഒരു ഗ്രൂപ്പിന്റെ മുന്നിൽ നിൽക്കുമ്പോ ദേ ആർ എക്സ്പെക്ടിങ് മോർ ഫ്രം യു. കൊച്ചു കുട്ടികളും കൂടിയല്ലേ, അവരൊരു പാട്ട്, ഒരു ഡാൻസ്, ടീച്ചർ അവരുടെ കൂടെ ഓടുന്നത്, കളിക്കുന്നതൊക്കെ പ്രതീക്ഷിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന, ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക, നക്ഷത്ര കണ്ണുകളുമായിട്ടിരിക്കുന്ന കുട്ടികളായിരിക്കും. അപ്പൊ എന്തും ചെയ്യാൻ നമ്മൾ റെഡി ആവണം അല്ലെ. നമ്മളുടെ ഒരു 17 ബാച്ചിന്റെ ഒക്കെ കോൺവെക്കേഷൻ കഴിഞ്ഞിരുന്നു. 16, 17 കംപ്ലീറ്റ് ആയിരുന്നു ഈ ഓഗസ്റ്റിലെ സെക്കൻഡ് സാറ്റർഡേ. അപ്പോ അതിലൊരു കുട്ടി ടോപ്പർ ആയിരുന്നു കേട്ടോ, 17-ലെ. എനിക്ക് മെസ്സേജ് അയച്ചു. അതിന്റെ മക്കള് പഠിക്കുന്ന സ്കൂളിൽ ബയോഡേറ്റ കൊടുത്തിരുന്നു. അപ്പോ അവിടുത്തെ ടീച്ചേഴ്സൊക്കെ ഒരു മിഡിൽ ഏജ് ആ ഒരു പ്രായത്തിലുള്ളവരാണ്. അപ്പൊ ആ സ്കൂളിലെ മാനേജ്മെന്റ് ടീച്ചർമാരോട് പറഞ്ഞു, മോണ്ടിസോറി കഴിഞ്ഞ ഒരു ടീച്ചർ വരുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് ആ കുട്ടിയെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുന്നത്, അതായത് ടീച്ചർമാർക്ക് ക്ലാസ് എടുപ്പിക്കും, കുറെ കാര്യങ്ങൾ നിങ്ങൾ ആ ടീച്ചറുടെ കയ്യിൽ നിന്നും പഠിച്ചോളണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ ആ ഒരു ആക്സെപ്റ്റൻസ് ഒന്ന് മനസ്സിലാക്കൂ. മോണ്ടിസോറി കഴിഞ്ഞവരുടെ അറിയാവുന്നവർക്ക് അറിയാം മോണ്ടിസോറി മെത്തേഡിന്റെ ആ ഒരു ഡിവിനിറ്റി എന്ന് പറയുന്നത്. മാനേജ്മെന്റ് പറയുവാണ്, ഇങ്ങനെ നിങ്ങൾ ടീച്ചർമാര് ട്രെയിനിങ് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് എടുക്കണം എന്നുള്ളത്. ഇപ്പൊ എനിക്ക് മെസ്സേജ് വന്നു, ഞാൻ എന്താ പറഞ്ഞു കൊടുക്കട്ടെ എന്നുള്ള രീതിയിൽ. ആ കുട്ടി അങ്ങോട്ട് പറയാൻ ചെയ്തു, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും, എനിക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റും. പക്ഷെ പെട്ടെന്ന് നമ്മൾ ഇതുവരെയും കുട്ടികളെ പഠിപ്പിക്കാനല്ലേ പറയാ, സ്കൂളിൽ ടീച്ചറായിട്ട് കിട്ടുമ്പോ ടീച്ചർമാർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കൂ എന്നുള്ളത് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം. ഓക്കെ, സോ നമ്മള് മെന്റൽ ഹെൽത്ത് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ, റൈറ്റ്? സോ ഞാൻ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഫോർ ദ ഡേ ഒന്നും ഇല്ലേ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത
അങ്ങനെയൊന്നും പറയാനില്ല. തോട്ട് ഓഫ് ദ ഡേ ഞാൻ പറയാം മാം. പറയൂ. Be the change you wish to see in the world. Start with yourself. ലോകത്തിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം ആദ്യം നിങ്ങളിൽ നിന്ന് തന്നെ ആരംഭിക്കുക. യൂണിറ്റ് 6 അല്ലേ? മാം ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ. മാം ഈ സെക്കൻഡ് ചാപ്റ്റർ മാം എടുത്തായിരുന്നല്ലോ, അപ്പൊ അതിന്റെ മോക്ക് ടെസ്റ്റ് ആയിട്ട് നടത്തിയിട്ടില്ലല്ലോ? ഇല്ല തന്നിട്ടില്ലാന്ന് തോന്നുന്നു. ഞാൻ അത് കൊടുത്തേക്കാം കേട്ടോ. നമ്മൾ മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ അതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? അപ്പൊ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നതും മെന്റൽ ഹെൽത്തിലേക്ക് എത്താനുള്ള മീൻസ് ആൻഡ് മെഷേഴ്സ് എന്ന് പറയുന്നത് മെന്റൽ ഹൈജീൻ ആണ്. മെന്റൽ ഹെൽത്ത് ഇൻഡിവിജ്വൽ മാത്രമല്ല, കണക്റ്റഡ് വിത്ത് ഓൾ അവർ റിലേഷൻഷിപ്സ് അല്ലെ? നമ്മളുടെ എല്ലാ ബന്ധങ്ങളിലേക്കും അതിനെ കണക്റ്റഡ് ആണ്. സ്കൂളുകളിൽ മെന്റൽ ഹൈജീന്റെ ഇമ്പോർട്ടൻസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് സ്കൂളിലെ ഇമ്പോർട്ടൻസ് എല്ലാം പറഞ്ഞപ്പോ ടീച്ചേഴ്സ് നല്ല മെന്റൽ ഹൈജീൻ ഉള്ള ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് കുട്ടികളെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ? നമ്മളിതില് മെന്റൽ ഹൈജീൻ കറക്റ്റ് ഒക്കെ ചെയ്തല്ലോ. മെന്റൽ ഹൈജീൻ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് മെന്റൽ ഹെൽത്ത്. അത് തുടങ്ങിയിരുന്നോ? ഇല്ല മാം. ഓക്കെ, ഇതല്ലേ ഇനി എടുക്കണ്ടേ? മെന്റൽ ഹെൽത്ത് എന്നുള്ള ആ പോർഷൻ അല്ലേ? ഇത്രയും നേരം നമ്മൾ മെന്റൽ ഹെൽത്തിലേക്ക് എത്താനുള്ള മെന്റൽ ഹൈജീന്റെ കാര്യങ്ങൾ പറയുമായിരുന്നു. അത് മീൻസ് മെഷർ ആണ്. എൻഡ് റിസൾട്ട് എന്ന് പറയുന്നതാണ് മെന്റൽ ഹെൽത്ത്. എൻസ് മെന്റൽ ഹെൽത്ത് ആണെങ്കിൽ മെഷർ അല്ലെങ്കിൽ മീൻസ് എന്ന് പറയുന്നത് മെന്റൽ ഹൈജീൻ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ? ക്രോ ആൻഡ് ബ്രോ, കട്ട്സ് ആൻഡ് മോസ്ലി ഇവരുടെ ഒക്കെ ഡെഫിനേഷൻസ് നമ്മൾ കണ്ടിരുന്നു. അവരെല്ലാം സൈക്കോളജിയിലെ ഓതേഴ്സ് ആണ്. പല പല ബുക്കുകൾ എഴുതുന്നതും പല പ്രബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്ന ഓതേഴ്സ് ആണ്. അപ്പൊ മെന്റൽ ഹെൽത്ത് നെക്സ്റ്റ് വൺ. സോ ഇതാണ് എടുക്കേണ്ടത് തോന്നുന്നു. നമുക്ക് 2 പാരഗ്രാഫ്സ് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും 2 പേർക്ക് 2 or 3 റീഡ് ചെയ്യാം. ഞാൻ റീഡ് ചെയ്യാം മാം. Yes, please. Mental health is the science that deals with the care and promotion of mental health as well as the prevention of അത് നമ്മൾ എടുത്താണോ? അത് എടുത്തോ മാം കഴിഞ്ഞ ആഴ്ച. mental health. മെന്റൽ ഹെൽത്ത് എന്നുള്ളതിന് പകരം മെന്റൽ ഹൈജീൻ എന്ന് വായിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കറക്റ്റ് ചെയ്തു. അതിന്റെ ഒരു ടൈറ്റിൽ നമ്മളൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു അല്ലെ? ടൈറ്റിൽ മെന്റൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹൈജീൻ എന്നാണ്. അതൊരു മെയിൻ ഹെഡിങ് പോലെ കൊടുത്തിട്ട് അല്ലെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് മെന്റൽ ഹൈജീൻ ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് മെന്റൽ ഹെൽത്ത് ഈസ് ദ സയൻസ് എന്ന് തുടങ്ങുന്ന ഹെൽത്ത് ഹൈജീൻ ആക്കി അടുത്ത പാരഗ്രാഫ് വായിക്കാം. Mental health, a healthy individual in body and mind. It means that both body integrated psychosomatic units whose behavior is resolved by both physical and mental factors that contribute to the maintenance of physical health as well as social effectiveness. സോ നമ്മൾ ഇനി മെന്റൽ ഹെൽത്തിനെ കുറിച്ച് പറയുകയാണ്. മെന്റൽ ഹെൽത്ത് നമ്മൾ ഓൾറെഡി യൂണിറ്റ് 2 നമ്മൾ പറഞ്ഞിരുന്നു. ഫിസിക്കലി ഹെൽത്തി മാത്രമല്ല മെന്റലി ഹെൽത്തി എന്ന് കൂടിയാണ് ഒരു ഇൻഡിവിജ്വലിന്റെ ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, മോഡേൺ കൺസെപ്റ്റില് ഹെൽത്തിനെ കുറിച്ചും ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ചും വെൽനെസിനെയും നമ്മൾ കണ്ടു. അപ്പോൾ മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ ബോഡി, അതിനെല്ലാം അപ്പുറമായിട്ട് അത് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ അതിനപ്പുറമായിട്ടുള്ള ഒരു കാര്യമാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. നല്ല സൗണ്ട് മൈൻഡിന്റെ സൗണ്ട് ബോഡി, ഹെൽത്തി മൈൻഡിന്റെ ഹെൽത്തി ബോഡി. നമ്മൾ ഫ്രേസസ് ഒക്കെ കണ്ടു അല്ലെ? അരിസ്റ്റോട്ടിൽ പറഞ്ഞ സൗണ്ട് മൈൻഡിന്റെ സൗണ്ട് ബോഡി, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മനസ്സും ഹെൽത്തി ആയിട്ടുള്ള ശരീരവും, ഇത് രണ്ടും കോംപ്ലിമെന്ററി ആണ്. ഒന്നില്ലെങ്കിൽ ഒന്നില്ല എന്നുള്ള രീതിയിൽ
നമുക്ക് നല്ല ശരീരത്തിന് നല്ല ഹെൽത്ത് ഇല്ലെങ്കിൽ നമ്മൾ മാനസികമായി വിഷമിക്കും. നമ്മൾ മാനസികമായി വിഷമിക്കുമ്പോൾ നമ്മുടെ ശരീരവും വീക്കാവും, ക്ഷീണിക്കും അല്ലെ. അപ്പൊ രണ്ടും കോംപ്ലിമെന്ററി ആണ്, ഒന്നില്ലെങ്കിൽ മറ്റേത് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ സൗണ്ട് എഫിഷ്യന്റ് മൈൻഡ്. അപ്പൊ ഈ മെന്റൽ ഹെൽത്ത് നല്ല രീതിയിൽ വരണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന കൺട്രോൾഡ് ഫീലിങ്സ് വേണം. ഫീലിങ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ദേഷ്യം വരുന്ന ഒരു കാര്യം നമ്മുടെ മുന്നിൽ നടക്കുകയാണ്, അവിടെ നമ്മൾ ഷൗട്ട് ചെയ്തിട്ട് യാതൊരു പ്രയോജനം ഇല്ല. അങ്ങനെ ഷൗട്ട് ചെയ്യല്ല, നമ്മളിങ്ങനെ കൺട്രോൾ നമ്മൾ സ്വയം ഇങ്ങനെ പറയുന്നത് നമ്മൾ ചില വീഡിയോസിലും അങ്ങനെ കണ്ടിട്ടുണ്ടല്ലേ. അപ്പൊ ആ ഒരു ഇത്ര ദേഷ്യം വന്നാലും അല്ലെങ്കിൽ എന്തൊക്കെ ഫീലിങ്സ് വന്നാലും നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മൾ അഡാപ്റ്റഡ് ആകുന്നു, ആ ഒരു സിറ്റുവേഷനുമായിട്ട് നമ്മൾ മാനേജ് ചെയ്യും. നമ്മളൊരു പരീക്ഷയ്ക്ക് നല്ലതുപോലെ പ്രിപ്പയർ ചെയ്ത് പഠിച്ച് ചെന്നു, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്കതിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല, ഭയങ്കര ഡൗൺ ആയി. ബട്ട് അതിൽ നിന്നൊക്കെ നമ്മൾ പതുക്കെ ഒന്ന് റിക്കവർ ആയി, നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ടു. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ഒരു പേഴ്സ് ആകാം, അല്ലെങ്കിൽ പേനയാകാം, എന്താണോ അത്, ചെറിയ സാധനം തുടങ്ങി എന്ത് വലിയ സാധനം, എന്ത് നഷ്ടപ്പെട്ടാലും നമുക്കത് വലുത് തന്നെയാണല്ലേ, വാല്യൂ ഉള്ളത്. അപ്പൊ അത് നമുക്ക് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ട്. എനിക്ക് ഞാൻ എവിടെ പോയാലും കയ്യിൽ കൊണ്ട് നടക്കുന്നതാണ് കൊട. അപ്പോ എനിക്കൊരു കൊട ഉണ്ടായിരുന്നേ, അത് എനിക്ക് പ്ലെയിൻ കൊടയേക്കാളും ഉള്ളിൽ കോട്ടിംഗ് ഉള്ളത്, പ്ലെയിൻ കൊടയേക്കാളും ഒരു പ്രിന്റ് ഉള്ള കൊട വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ വാങ്ങിച്ച കൊടയില് ഒരു ആഷ് കളറില് നല്ല ഒരു ഫ്ലവർ ഇങ്ങനെ ഔട്ട്ലൈൻ എഡ്ജ് ഭാഗമില്ലേ അതിനോട് ചേരുന്ന അവിടെ ചുറ്റിനും ഇങ്ങനെ പൂവുണ്ടായിരുന്നു. അല്ലാണ്ട് ഫുൾ പൂവായിട്ടുള്ള കൊടയല്ല, ഈ ചെമ്പരത്തി പൂ പോലെ വലുപ്പമുള്ള പൂക്കളായിരുന്നു അതിന്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കൊടയായിരുന്നു. ആ കൊടയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ആ കടയിൽ അത് ഒരു സിംഗിൾ യൂണിറ്റേ ഉണ്ടായിരുന്നുള്ളൂ, അതിന് ഒരു കംപ്ലൈന്റും ഉണ്ടായില്ല എന്നുള്ളതാണ്. എനിക്കതൊരു 2 വർഷമൊക്കെ ഞാനത് വലിയ കുഴപ്പമില്ലാതൊക്കെ ഉപയോഗിച്ചു. പിന്നെയാണ് ചെറിയ പ്രശ്നം വന്ന് ഒന്ന് മെയിൻ്റെനൻസ് ചെയ്യുക, എന്നാലും ഞാനത് കളഞ്ഞില്ല. അത് തന്നെയാണ് ഞാൻ എന്റെ എവിടെ പോയാലും കൊണ്ട് നടക്കുന്നത്. ഒരു പ്രാവശ്യം വീട്ടില് എന്തോ പണിക്ക് വേണ്ടിയിട്ട് ആൾക്കാർ വന്നു. കുട്ടീന്റെ ഞാൻ വാടക താമസിക്കുന്ന വീടായിരുന്നു, അവിടുത്തെ ജനലും വാതിലും ഒന്നും പ്രോപ്പർ ആയിട്ട് അടയ്ക്കാൻ പറ്റുന്നില്ല. അപ്പൊ ചെയ്യാനായിട്ട് 2 പണിക്കാരെ ഓണർ ഏൽപ്പിച്ചു. അതിലെ ഒരാള് അന്ന് ഭയങ്കര മഴയായിരുന്നു, അയാൾക്ക് വൈകിട്ട് വീട്ടിൽ പോകണം. അയാൾ എന്നോട് കൊടയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ കൊട കൊടുത്തു. പിറ്റേ ദിവസവും പണിയുണ്ട്, അന്നത്തെ ദിവസം കൊണ്ട് തീർന്നിട്ടില്ല. അപ്പൊ പിറ്റേ ദിവസം അയാൾ വന്നപ്പോ അയാൾ കൊട കൊണ്ടുവന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കൊട എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു അത് മറന്നുപോയി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അയാളോട് പറഞ്ഞു വൈകിട്ട് എനിക്ക് കൊട കൊണ്ടുവന്ന് തരണം. എനിക്ക് ആ കൊട എന്ന് പറഞ്ഞാൽ എന്റെ അത്രയും വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കൊടയായിരുന്നു കേട്ടോ. പക്ഷെ അയാൾ എനിക്ക് തന്നില്ല. ഇവളൊരു 8 വർഷമായിട്ടുണ്ടാവും ഇപ്പോ. ഇപ്പോഴും ഞാൻ ഈ മഴയത്ത് എന്റെ വേറെ കൊട എടുക്കും, ആ കൊടയൊന്നും എന്റെ ഓർമ്മയിലില്ല. ഇപ്പൊ എന്റെ കയ്യിലുള്ള കൊട എന്റെ തന്നെയാണോ എന്ന് എവിടെയെങ്കിലും വെച്ചാൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. മറ്റേത് എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത്. അന്ന് കുറെ നാൾ എനിക്ക് അയാളോട് ഭയങ്കര ദേഷ്യമൊക്കെ തോന്നി. പലരും എന്നോട് ഒരു കൊടയല്ലേ എന്നൊക്കെ വീട്ടിലെല്ലാരും പറഞ്ഞു. പക്ഷെ എനിക്ക് എന്തോ അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ എനിക്കത് ആ സമയത്ത് മാനേജ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴും എന്റെ മനസ്സിൽ ആ കൊടയുണ്ട്. ഞാൻ ഏത് കൊടയെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയാലും എന്റെ മനസ്സിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ കൊടയാണ്. നമുക്ക് അങ്ങനെയാണ് ചില സാധനങ്ങളോട് അല്ലെങ്കിൽ ചില വ്യക്തികളോട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആയിരിക്കൂലേ. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് മാനേജ് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് ആ ഒരു ഫീലിങ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. അപ്പൊ എന്റെ അന്നത്തെ മെന്റൽ ഹെൽത്ത് അത്ര നല്ലതൊന്നായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും ഒരു കൊട നഷ്ടപ്പെട്ടപ്പോ എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. ആ ഒരു കൺട്രോൾ ഇപ്പം ഓർക്കുമ്പം കൊട പോയതിന്റെ ഒരു ഇതുണ്ടെങ്കിലും ചിരി വരും. കാരണം ഒരു കൊടയ്ക്ക് വേണ്ടി വേറെ എന്തും അതിനേക്കാൾ വില കൂടിയ പലതും പോയിട്ടോ അല്ലെങ്കിൽ നാശമായിട്ടോ ഒന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ അതിനോട് എന്താന്നറിയില്ല. അതുപോലെ എല്ലാവർക്കും ഉണ്ടാവും ഓരോരോ കാര്യങ്ങൾ അല്ലെ, ഓരോന്നായിരിക്കില്ല പലതും ഉണ്ടാവും. ചില സുഹൃത്ത് ബന്ധങ്ങള് ചിലപ്പോ തെറ്റിദ്ധാരണയുടെ പുറത്ത് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ അല്ല ആ വ്യക്തി, അങ്ങനെയൊക്കെ ആ ബന്ധം മുറിഞ്ഞു പോകുന്ന അവസ്ഥയിൽ നമുക്ക് ആ ഒരു ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടല്ലേ. നമ്മൾ ഒത്തിരി ഡൗൺ ആവുന്ന സമയങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ ഇതെല്ലാം മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് മെന്റൽ ഹെൽത്തിന്റെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ സൗണ്ട്, നമ്മുടെ ബോഡിയുടെയും മൈൻഡിന്റെയും സൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് സൗണ്ട് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നല്ല ഉറക്കം അല്ലെ, ഹെൽത്തി ആയിട്ടുള്ള ഉറക്കം അതാണ് ഉദ്ദേശിക്കുന്നത്.
അല്ലാണ്ട് ഡിസ്റ്റർബ്ഡ് സ്ലീപ്പിനെ അല്ല. സൗണ്ട് സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ വളരെ ശാന്തമായി നല്ല പോലെ ഉറങ്ങുന്ന അതിനെയാണ്. അതാണ് സൗണ്ട് ബോഡി ആൻഡ് മൈൻഡ് എന്ന് പറയുന്നത്. ഹെൽത്തി ബോഡി ആൻഡ് ഹെൽത്തി മൈൻഡ് എന്ന് പറയുന്നത്. ഈ ബോഡിയും അതുപോലെ തന്നെ നമ്മളുടെ ഈ ബ്രെയിനിൽ കുറെ സൈക്കോസൊമാറ്റിക് യൂണിറ്റ്സ് ഉണ്ട്. നമ്മുടെ ബിഹേവിയറും നമ്മുടെ ഫീലിങ്സും ഇമോഷൻസുമായിട്ട് കണക്റ്റഡ് ആകുന്നതാണിത്. അപ്പൊ ഇങ്ങനെ കുറെ പാർട്സ് ഉണ്ട്, ഇന്റഗ്രേറ്റഡ് സൈക്കോസൊമാറ്റിക് യൂണിറ്റ്സ് ഉണ്ട്. അതാണ് നമ്മുടെ മൈൻഡുമായിട്ട് കണക്റ്റഡ് ആകുന്നത്. പലപ്പോഴും നമ്മുടെ മൈൻഡ് നമ്മുടെ ബോഡിയിലെ ഓരോ അണുക്കളിലും മൈൻഡ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു നമ്മുടെ ബിഹേവിയർ, എനിക്ക് നല്ല മുട്ടുവേദന ഉണ്ടെങ്കിൽ അതിന്റെ പെയിൻ നമ്മളുടെ മുഖത്ത് കാണും, അല്ലെ? നമ്മുടെ ചിലപ്പോൾ ഫ്രസ്ട്രേഷൻ വരും, ദേഷ്യവും സങ്കടമൊക്കെ വരും. അപ്പൊ എന്ത് ഫീലിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രെയിനിൽ നിന്നുള്ള സിഗ്നൽസ് നമ്മുടെ ബോഡിയുടെ എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാലും അതും നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും. ഹെൽത്ത് ഇപ്പൊ നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണെങ്കിൽ അത് ഭയങ്കര മുഖത്ത് നമ്മളുടെ ആ ഒരു ഹാപ്പിനെസ്, ആ ഒരു പ്ലസന്റ് ഫേസ് നമുക്ക് കാണാനായിട്ട് പറ്റും. കഴിഞ്ഞ ദിവസം ഒരു 6:30 സമയം കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ ജിമ്മിലേക്ക് പോവുകയാണെ. ഒറ്റയ്ക്കേ ഉള്ളൂ. ഇപ്പൊ നല്ല ഇരുട്ടായി. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അപ്പൊ പോകുന്ന ഒരു ഒഴിഞ്ഞൊരു പറമ്പുണ്ട്. അവിടെ ഇങ്ങനെ ഈ നായ്ക്കളുടെ ഒരു സങ്കേതം പോലെയാണ് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ പോയപ്പോ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കുറേ എണ്ണം ഇങ്ങനെ കുരച്ച് ഓടി വരുക. ഇതുങ്ങൾ എവിടെയെങ്കിലും വേറൊരു നായ കുറച്ച് കഴിഞ്ഞാൽ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടിപ്പോവുള്ളൂ. പെട്ടെന്ന് എന്റെ അഡ്രിനാലിൻ ഹോർമോൺ പ്രവർത്തിച്ച് കാണണം. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. കാരണം വേറെ ആരും ഇല്ല റോഡി ഫേസിലേക്ക് കയറുമ്പോൾ പെട്ടെന്ന് എന്റെ ബോഡി അങ്ങോട്ട് ടയർഡ് ആവുന്ന പോലെ എനിക്ക് തോന്നി. കാരണം ആ പേടി മനസ്സിലേക്ക് വന്നപ്പോ എനിക്ക് കൈയും കാലും അനക്കാൻ പറ്റാത്ത പോലത്തെ ഒരു അവസ്ഥ. അതുങ്ങൾ അങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൽ നിന്നും ഒന്ന് പുറത്തേക്ക് വന്നത്. ഇത് തന്നെയാണ് നമ്മുടെ മനസ്സിന് സംഭവിക്കുന്നത്. നമ്മൾ ആരെങ്കിലും വഴക്ക് പറയുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വളരെ പ്രിയപ്പെട്ടവരെന്ന് വിചാരിച്ചവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു പെരുമാറ്റം അങ്ങനെയൊക്കെ കാണുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് ഒന്ന് വല്ലാണ്ടാവും. ചിലപ്പോൾ AC റൂമിൽ ഇരുന്നാൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്യും, ടെൻഷൻ വരുമ്പോൾ. അപ്പം അതുകൊണ്ടാണ് ബോഡിയും മൈൻഡും ഒറ്റ യൂണിറ്റ് ആണെന്ന് പറയുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോനുണ്ടായിരുന്നു. സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീച്ചറുടെ ഭാഗത്ത് നിന്ന് ആ കുട്ടിക്ക് ചെറുപ്പത്തില് നല്ല സുഖമില്ലാത്തൊരു അനുഭവം ഉണ്ടായി. അതിനുശേഷം സ്കൂൾ ബസ് വരാറാവുമ്പോഴേക്കും ഇവനങ്ങ് വൊമിറ്റിംഗ് വരും. അതൊന്നും അഭിനയമല്ലല്ലോ. വൊമിറ്റിംഗ് നമുക്ക് ഫിസിക്കലി ഉണ്ടാകുന്ന ആ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നതാ. ഭയങ്കര വൊമിറ്റിംഗ്. ആ കുട്ടി എന്നിട്ട് കുറേ വിഷമിച്ചു അതൊന്ന് ശരിയാക്കി എടുക്കാനായിട്ട്. ഈ വൊമിറ്റിംഗ് ആ ടീച്ചർ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവനൊന്ന് നോർമൽ ആയതെന്ന് പറയാം. അപ്പൊ അത് മാത്സ് ടീച്ചറുമായിരുന്നു കേട്ടോ. അതും ഉണ്ടായിരുന്നു. അപ്പൊ മാത്സിനോട് ഭയങ്കര പ്രശ്നമായിരുന്നു ആൾക്ക്. മാത്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാ. അത് വലിയ ഹൈസ്കൂളിലേക്ക് എത്തിയപ്പോഴും ആ പേടി വന്നു. 8ാം ക്ലാസ് ആ ഒരു സമയത്താണ് കൊറോണ ടൈം വന്നത്. അപ്പൊ സ്കൂളിൽ പോകുന്നില്ലല്ലോ. സ്കൂളിൽ പോയിട്ട് തന്നെ മാത്സ് ശരിയാവണില്ല. അപ്പൊ ഓൺലൈൻ ക്ലാസ് ഒട്ടും ഈ കുട്ടി മാത്സ് ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വന്ന് അപ്പോഴേക്കും എന്നോടൊന്ന് ഓൺലൈനായിട്ട് ട്യൂഷൻ എടുക്കാമോന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഓൺലൈനായിട്ട് ട്യൂഷൻ. അപ്പൊ നമുക്ക് ഈ മാത്സിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബേസ് ഉള്ള കുട്ടികൾക്ക് നമ്മൾക്ക് ട്യൂഷൻ എടുക്കാൻ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ നമുക്ക് വലിയ സ്ട്രഗിൾ ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് ഇവന്റെ ഹിസ്റ്ററി മുഴുവൻ അറിയാം. മാത്സ് പേടിയാണ്. മാത്സ് അതെനിക്കറിയാം. പിന്നെ ഞാൻ ഹൈസ്കൂളും ആയ കുട്ടിയാണല്ലോ, ഓൺലൈനും ആണ്. നമുക്ക് നല്ല ചലഞ്ചസ് സംഭവം മാനേജ് ചെയ്തു. പക്ഷെ എന്തായാലും ട്യൂഷൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ആൾക്ക് മാത്സിനോടുള്ള പേടി മാറി. ഭയങ്കര സ്കോർ ഒന്നുമില്ല, ഒരു 70%, 75% ഒക്കെ പരീക്ഷയ്ക്ക് കിട്ടുകയാണെങ്കിലും ആ പേടി ആളിൽ നിന്ന് മാറി. പിന്നെ അങ്ങ് ആകെ ഓക്കെ. പിന്നെ തൊട്ടടുത്ത് സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞപ്പോ തൊട്ടടുത്ത് ഒരു റിട്ടയർഡ് ഒരു ടീച്ചറെ കിട്ടി. ആ ടീച്ചർ നല്ല സ്നേഹമായിട്ട് എന്നെ പഠിപ്പിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ ചേർക്കൂ. ഓൺലൈനേക്കാൾ അവനെപ്പോഴും ഫിസിക്കൽ ആയിട്ടുള്ള ഗ്രൗണ്ട് ലെവലിലുള്ള ട്യൂഷൻസും ക്ലാസ്സും ആയിരിക്കും കുറച്ചുകൂടെ കണക്റ്റഡ് ആകും. പ്രത്യേകിച്ച് മാത്സ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇതെല്ലാം അപ്പൊ നമ്മൾക്ക് ഒരു പ്രായം എത്തുമ്പോൾ മെന്റൽ ഹെൽത്ത് ശരിയാക്കാം എന്നുള്ളതല്ല. കൊച്ചു കുട്ടികൾക്ക് അവർക്ക് ചെറിയ ചെറിയ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഓരോ ട്രോമകൾ ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഇത് ആരോട് പറയണമെന്നോ സ്വയം എങ്ങനെ മാനേജ് ചെയ്യണമെന്നോ ഒന്നും അറിയില്ല. ആസ് ആൻ അഡൾട്ടിന് അറിയാം. അപ്പൊ ഈ
ഇപ്പൊ ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിൽ നിന്ന് പുറത്തിറങ്ങണം, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റില്ലെങ്കിൽ അതിന് പറ്റുന്ന മറ്റു മാർഗങ്ങൾ എങ്ങനെ തേടാനായിട്ട് പറ്റും, ആ ഒരു അവയർനെസ് ഇപ്പോഴത്തെ ഒരു ജനറേഷനിലും വലിയ പ്രായമായവർക്കൊക്കെ അറിയാം. പക്ഷെ കൊച്ചുകുട്ടികൾക്ക് അറിയില്ല. അവർക്ക് അങ്ങനത്തെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അവരത് ആരോട് തുറന്നു പറയണം, എങ്ങനെ അത് മാനേജ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അവർക്ക് നമ്മള് നല്ലൊരു സ്പേസ് കൊടുക്കുവാണെങ്കിൽ, നമ്മൾ അവരുമായിട്ട് നല്ല കണക്റ്റഡ് ആണ് കുട്ടികളുമായിട്ടെങ്കിൽ, അവർ തീർച്ചയായിട്ടും ഏറ്റവും ആദ്യം വന്ന് നമ്മളോടായിരിക്കും പറയുന്നത്. അപ്പൊ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. ഇനി വളരെ സിവിയർ ആയിട്ടുള്ള ഒരു ഷോക്കിംഗ് ഇൻസിഡന്റിൽ കൂടിയാണ് അവർ പോയെങ്കിൽ അവര് നമുക്കത് മറന്നു കളയാനായിട്ട് പറ്റില്ല. പക്ഷെ അത് നിന്നും റിക്കവറായി ധൈര്യത്തോടു കൂടി മുന്നോട്ട് ജീവിക്കാനുള്ള സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതാണ്. അപ്പൊ നമ്മളുടെ ബ്രെയിനിലും ഒക്കെ ഉണ്ടാകുന്ന പല പല വ്യത്യാസങ്ങൾ നമ്മളുടെ ബോഡീനെ മൈൻഡിനെയും അഫക്റ്റ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള കുറെ യൂണിറ്റ്സ് നമ്മളുടെ ഈ ഒരു നമ്മളുടെ പല ഫീലിങ്സും ഇമോഷൻസുമായിട്ട് കണക്റ്റഡ് ആവുന്ന പല യൂണിറ്റ്സ് ഉണ്ട്. അത് നമ്മൾ പല കാര്യങ്ങൾക്കും ട്രിഗർ ചെയ്യും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലും മൈൻഡിലും ആ വ്യത്യാസം വരും. ഇത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്, കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുക. അതാണ് സൗണ്ട് മൈൻഡ് ആൻഡ് സൗണ്ട് ബോഡി എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് വായിക്കാമോ ആരെങ്കിലും? Ma'am, പ്ലീസ്. from this, one can conclude that mental health has two important phases. It is both individual and social. The individual has to be internally adjusted. He is self-confident, sufficient, and free from internal conflicts and tensions or errors. He is skillful enough to be able to adapt to new situations. But he achieves this internal adjustment in a social setup. It is within this social framework that the internal adjustment has to be built up. Only then the individual becomes a person who is acceptable as a member of his society. Other definitions of mental health refer to such abilities as of making decisions, of assuming responsibilities in accordance with one's quantity, of finding satisfaction, success, and happiness in achievement of everyday tasks, of living effectively with others and showing society considerable behavior. അങ്ങനെ നോക്കുമ്പോൾ മെന്റൽ ഹെൽത്തിന് രണ്ട് ഇമ്പോർട്ടന്റ് ഫേസസ് ഉണ്ടെന്ന് പറയാം. ഒന്ന് ഇൻഡിവിജ്വൽ, മറ്റൊന്ന് സോഷ്യൽ. ഞാൻ എന്റെ മാത്രം മനസ്സിന്റെ ആരോഗ്യം നന്നായാൽ മതി, ബാക്കിയുള്ളവർ എങ്ങനെയായാലും എനിക്ക് കുഴപ്പമില്ല എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അല്ലെ. കാരണം നമ്മൾ കണക്റ്റഡ് വിത്ത് അതർ പീപ്പിൾ എവ്രി ഡേ. നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർ ഒരാളെ വിഷമിക്കുന്ന കാണുമ്പോൾ നമുക്ക് സ്വാഭാവികം അല്ലെ, നമുക്കും ആ ഒരു ഫീലിങ്സ് ഉണ്ടാവും. നമ്മുടെ തൊട്ടടുത്ത വീട്ടിലൊരു അൺഡിസൈറബിൾ ആയിട്ടുള്ള ഒരു കാര്യം നടന്നു, വളരെ വിഷമകരമായ ഒരു കാര്യം നടന്നു, ഒരാള് ഡെത്തായി എന്ന് വിചാരിക്കാം, അങ്ങനെ സംഭവിച്ചു. നമ്മൾ ഡെഫിനറ്റ്ലി അവിടെ പോകും, അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടുകളും കാര്യങ്ങളും ചെയ്യൂലേ. സാറ്റർഡേ എന്റെ വീടിന്റെ തൊട്ടടുത്തൊരു ചേട്ടൻ മരിച്ചു പോയിട്ടോ, 60+ എലിപ്പനി വന്ന് മരിച്ചു പോയതാണ്. അങ്ങനെ ആണ് എനിക്ക് ഇവിടെ വന്ന് ഇവിടുത്തെ വാഴയൊക്കെ നടാനും ഒക്കെ ഹെൽപ്പ് ചെയ്തത്. കറക്റ്റ് യൂണിവേഴ്സ് എന്തോ കരുതി വെച്ചതുപോലെ കറക്റ്റ് ആ ഒരു സമയത്ത് ഒരു റോബസ്റ്റ നല്ല പോലെ പാകമായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവര് ആരോ കുവൈറ്റിലുള്ള ആരോ വരാനുണ്ടായിരുന്നു, ഒരു ബ്രദർ. ഒരു ദിവസം മുഴുവൻ ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നു. സാറ്റർഡേ ഉച്ചയ്ക്ക് കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം സൺഡേ മോർണിംഗ് ആണ് ക്രിമേഷൻ എന്ന് പറഞ്ഞത്. അവിടെ കുക്കൊന്നും ചെയ്യില്ലല്ലോ, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ മീൻസ്. അതിന് കാരണം വേറൊന്നുമല്ല, നമ്മള് ജീവനില്ലാത്തൊരു ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അസുഖങ്ങളുടെ ഉറവിടമായിരിക്കും. ജീവൻ ഉണ്ടായിട്ട് തന്നെ നമുക്ക് പലപ്പോഴും ഇമ്മ്യൂണിറ്റി ഇഷ്യൂ വരുമ്പോൾ നമ്മള് രോഗബാധിതരാകൂലേ. അപ്പൊ ജീവനില്ലാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റീവ് പവർ ഒട്ടുമില്ലാത്ത ഒരു നൾ ബോഡി, ഒരു സീറോ റെസിസ്റ്റീവ് പവർ ഉള്ള ഒരു ബോഡിയാണ്. അപ്പൊ അതില് ഫുള്ളാണ്, പ്രത്യേകിച്ച് ഒരു ഇൻഫെക്റ്റഡ് ഡിസീസ് ആയിട്ട് ഡെത്തായ ആളാണ്. അപ്പൊ ഫുഡൊന്നും, അതുകൊണ്ടാണ് നമ്മൾ ഫുഡ് കുക്ക് ചെയ്യാത്തത്. കാരണം കുക്ക് ചെയ്യുമ്പോൾ ഇതിലേക്ക് അത് ഇൻഫെക്റ്റഡ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. പണ്ടൊക്കെ അങ്ങനെ ചെയ്യുന്നതിന് കാരണം അതായിരുന്നു, അല്ലാതെ അതിന് വേറെ ആചാരങ്ങളുമായിട്ട് കണക്ഷൻ ഉള്ളതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, റോബസ്റ്റ കൊല അങ്ങനെ തന്നെ ആ വീട്ടിലേക്ക് കൊടുത്തു. കാരണം ആള് നട്ട വാഴയാണ്, എന്നെ സഹായിക്കാൻ ഇവിടെ വന്നപ്പോൾ ആള് നട്ട വാഴയും തെങ്ങും ഒക്കെയാണ് എനിക്കിവിടെ ഉള്ളത്. അപ്പൊ അങ്ങനെ അത് കൊടുത്തു. അത് കഴിഞ്ഞപ്പം കുറെ വാഴ ഇങ്ങനെ കൊലച്ചു നിൽക്കണ്ടായിരുന്നു, ചെറിയ ചെറിയ കൊലയാട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ കൊടപ്പനൊക്കെ ഉണ്ടല്ലോ, വാഴ വെട്ടിയതിലെ പിണ്ടി, അതിന്റെ കൊടപ്പനൊക്കെ ഞാൻ ഇന്ന് എടുത്തിട്ട് ഇൻഫർമേഷൻ എല്ലാം കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ
അവരുടെ വീട്ടിൽ ഇങ്ങനെ സഹായത്തിനൊക്കെ ആയിട്ട് പോകുന്ന ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു. കുറെ മെമ്പേഴ്സ് ഒക്കെ ഉണ്ടാവും, എന്തെങ്കിലും കുക്ക് ചെയ്യാനൊക്കെ അവർക്ക് സഹായമാവുമായിരിക്കും എന്ന് കരുതി കൊടുത്തു. ഇതുപോലെ തന്നെ മറ്റു പലരും, ചിലർ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തു. അവരുടെ വീട്ടിലൊക്കെ ഇതുപോലെ തന്നെ ചെടി നടാനും ഒക്കെ പോകുന്ന ആളാണ്. അപ്പൊ അവരൊക്കെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തു. എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഫണ്ട് ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള റിസോഴ്സസ് അവർക്ക് പ്രൊവൈഡ് ചെയ്തു. അപ്പൊ അങ്ങനെ അടുത്തടുത്തുള്ള വീട്ടുകാരെല്ലാം അങ്ങനെ ചെയ്തു. അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ ആ സൊസൈറ്റിയിൽ ഒരു ആവശ്യം വരുമ്പോ, ഒരാൾക്കൊരു ആവശ്യം വരുമ്പോ, ഇപ്പൊ എന്നെ ബാധിക്കുന്ന കാര്യമല്ലോ, എനിക്കല്ലല്ലോ സംഭവിച്ചേ എന്നല്ലല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മളും അവരുമായിട്ട് കണക്റ്റഡ് ആണ്. അവരുടെ ആ ദുഃഖം നമുക്കും വിഷമായിരിക്കും. കാരണം അതുവരെ കണ്ടിരുന്ന ഒരു വ്യക്തി പിന്നെ കാണുന്നില്ല, ഒരു വക്കമായി കഴിഞ്ഞു, അവിടെ ശൂന്യം അല്ലെ, റിപ്ലേസ് ചെയ്യാനായിട്ട് ഒന്നുമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ അങ്ങനെ ഒരു കാര്യം അല്ലാതെ വേറെ എന്തെങ്കിലും സംഭവിച്ചാലും ഒരിക്കലും സന്തോഷിക്കുകയല്ല നമ്മൾ ചെയ്യുന്ന. വിഷമങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മളും അതിൽ പങ്കുചേരും, നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യും. സന്തോഷം വരുന്ന കാര്യം നമ്മൾ എല്ലാവരും കൂടെ അത് സെലിബ്രേറ്റ് ചെയ്യും അല്ലെ. ഒരു കല്യാണം വരുമ്പോ, ഒരു കുട്ടി ഉണ്ടാവുമ്പോ, അങ്ങനെയൊക്കെയുള്ള ബർത്ത്ഡേ ഫംഗ്ഷൻസ് എല്ലാം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. സോ മെന്റൽ ഹെൽത്ത് എന്നുള്ളതിന് 2 ഇമ്പോർട്ടന്റ് ഫേസസ് ആണ്. ഇൻഡിവിജ്വൽ, എന്റെ, മറ്റുള്ളവരുടെ, സോഷ്യൽ അല്ലെ, നമ്മളുമായിട്ട് കണക്റ്റഡ് ആകുന്നത്. അത് ചിലപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നതായിരിക്കാം, നമ്മൾ പഠിക്കുന്ന സ്ഥലമായിരിക്കാം, അങ്ങനെ എന്തും. അപ്പൊ ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഇന്റേണലി അഡ്ജസ്റ്റ് ചെയ്യണം. അല്ലാതെ നമ്മുടെ മെന്റൽ ഹെൽത്ത് ശരിയാക്കാൻ വേറെ ആരെങ്കിലും വന്ന് ചെയ്തു തരുന്നുള്ളതല്ല. നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. നമ്മുടെ കോൺഫിഡൻസ്, നമ്മൾ കേപ്പബിൾ, സഫീഷ്യന്റ്. അതുപോലെ എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നമുക്ക് ഫ്രീ ആകാനായിട്ട് പറ്റണം. ടെൻഷൻ, അതായത് എന്തെങ്കിലും തെറ്റായ എന്തെങ്കിലും പെട്ടെന്ന് മനസ്സിലേക്ക് വന്നാൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ആ ഒരു മനസ്സ്, ഇതൊക്കെ മെന്റൽ ഹെൽത്തിന്റെ ഭാഗമാണ്. ഒരു മിസ്റ്റേക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു ശരിയല്ലാത്ത ചിന്ത വന്നു, അത് നമ്മൾ വേഗം തന്നെ മാറ്റി, അത് ഇറങ്ങുന്ന മാറ്റി കറക്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ മെന്റൽ ഹെൽത്ത് തന്നെയാണ്. അല്ലാതെ ഇങ്ങനെ ക്രൈം ഒക്കെ ചെയ്യുന്നതും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതും അവരുടെയൊക്കെ ബ്രെയിനിന്റെ കണ്ടീഷൻസ് ഒക്കെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. പുതിയ പുതിയ സിറ്റുവേഷൻ അനുസരിച്ച് അതുമായിട്ട് പൊരുത്തപ്പെടാൻ, അഡാപ്റ്റ് ചെയ്യാനുള്ള സ്കില്ല് നല്ല മെന്റൽ ഹെൽത്ത് ഉള്ള ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു സോഷ്യൽ സെറ്റപ്പിലും ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് 2 ഫേസസ് എന്ന് പറഞ്ഞത്, ഇൻഡിവിജ്വലും സോഷ്യലും. നമ്മളൊരു ക്ലാസ് റൂമിൽ ഇരിക്കുവാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ക്ലാസ് റൂമിലാണല്ലോ, വിർച്വൽ ആണെങ്കിലും. അപ്പൊ ഇവിടെ പല രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് പലരും വരും, പല അഭിപ്രായങ്ങൾ വരും. നമ്മളതെല്ലാം കേട്ട് മനസ്സിലാക്കി നമ്മളതുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകും അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് സോഷ്യലായിട്ടും ഇൻഡിവിജ്വൽ ആയിട്ടും നമ്മൾ ആ ഒരു ഈ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ആ ഒരു വ്യക്തിയെ, ആ ഒരു സൊസൈറ്റി അംഗീകരിക്കുക, സോഷ്യൽ ആക്സെപ്റ്റൻസ് ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കുകയുള്ളൂ. ആ ഒരു ചില ആളുകളെ കാണുമ്പോൾ നമ്മൾ പറയില്ലേ, എന്താ, ആളോട് സംസാരിക്കുമ്പോൾ തന്നെ വളരെ ഒരു കംഫർട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ചിലരോട് പറ്റി നമ്മൾ പറയും, ഓ അയാളെ കാണണ്ട, സംസാരിക്കാൻ പോയിട്ട് നോക്കാൻ തന്നെ തോന്നില്ല, എന്തൊരു റഫാണ്, എന്തൊരു മുരടാനാണെന്ന് പറയും. സോഷ്യലി ആക്സെപ്റ്റബിൾ അല്ല ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ അത് മെന്റൽ ഹെൽത്തിന്റെ ഭാഗം തന്നെയാണ്. നല്ല മെന്റലി ഹെൽത്ത് ഉള്ള ഒരു വ്യക്തിയെ എല്ലാ മനുഷ്യരും ആക്സെപ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, ഇതൊക്കെ മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ പറ്റും. മെന്റൽ ഹെൽത്ത് വളരെ താറുമാറായ ഒരാൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അതല്ലേ പറയണേ, നമ്മൾ ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുമ്പോഴും, നമ്മൾ ഓവർവെൽഡ്, അതായത് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുമ്പോഴും ഡിസിഷൻ എടുക്കരുതെന്നാ പറയണേ. കാരണം ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോ ആരെങ്കിലും എന്തെങ്കിലും ആ ഒരു തക്കം നോക്കി നമ്മളോട് വന്ന് ചോദിച്ചാൽ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. സോ ഡിസിഷൻ മേക്കിംഗ് എപ്പോഴും നമ്മൾ നല്ല മൈൻഡ് നല്ല സ്റ്റേബിൾ ആയിരിക്കുന്ന സമയത്ത് തന്നെ ചെയ്യണം. സങ്കടം വന്ന് വളരെ ഡൗൺ ആയിരിക്കുമ്പോഴും ആഹ്ലാദത്തിന്റെ പീക്കിലിരിക്കുമ്പോഴും ഒരിക്കലും നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ചെയ്യരുത്. ഓക്കെ, അപ്പൊ അത് മെന്റലി ഹെൽത്ത് ആയിട്ടുള്ള ഒരാളുകൾക്കാണ്. കണ്ടിട്ടില്ലേ, ചില ആളുകളെ എത്ര അപ്രീസിയേഷൻ കിട്ടിയാലും അവരിങ്ങനെ വളരെ ശാന്തമായി ചിരിച്ചുകൊണ്ടേയിരിക്കും. അല്ലാതെ അവർ ഭയങ്കര ഇങ്ങനെ പീക്കിലെത്തി ഇങ്ങനെ ഞാൻ ഭയങ്കര സംഭവമാണ് അങ്ങനെ ചിന്തിക്കില്ല അവര് അല്ലെ. കുറെ വ്യക്തിത്വങ്ങളുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ് എല്ലാം മെന്റലി ഹെൽത്തി ആയിട്ടുള്ള, നമുക്ക് മെന്റൽ സ്റ്റെബിലിറ്റി അത് നല്ല സ്റ്റേബിൾ ആയിരിക്കുമ്പോൾ, കൺസിസ്റ്റന്റ് ആയിരിക്കുമ്പോൾ മാത്രം ചെയ്യുക. ഭയങ്കര ഹാപ്പി ആയിരിക്കുമ്പോ പല പല വാഗ്ദാനങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും
ഒരിക്കലും ചെയ്യും. അങ്ങനെയുള്ള ചില വാഗ്ദാനങ്ങൾ പാരന്റ്സ് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്ന അവസാനം വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് പോകും. കാരണം ഈ 10th നല്ല മാർക്ക് വാങ്ങിച്ചാൽ ഞാൻ നിനക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചു തരാം, അങ്ങനെയൊക്കെയുള്ള ചിലർ ബ്രൈബിങ് ആണ് അല്ലെ. അപ്പൊ നല്ല മാർക്ക് ഒരു കുട്ടി വാങ്ങും, അപ്പോഴേക്കും ആ സന്തോഷം, അമിത സന്തോഷം കാരണം ഓൾറെഡി പ്രോമിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ മൊബൈൽ ഫോൺ, നല്ല സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു കൊടുത്തു. പിന്നത്തെ കഥ നമുക്ക് ഊഹിക്കാം. ആ ഫോൺ അതുപോലെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയുടെ കയ്യിലാണെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ല. പക്ഷെ അതേസമയം പിന്നെ ആ ലോകത്തേക്ക് പോകുന്ന കുട്ടികളാണെങ്കിൽ ആ നല്ല ഓവർ ജോയ് ആയിട്ടുള്ള സമയത്ത് കൊടുത്ത എന്താ പറയാ മെന്റലി സ്റ്റേബിൾ അല്ലാത്തൊരു ടൈമിൽ ചെയ്ത ഒരു ആക്ഷൻ അതിന് തെറ്റായ ഒരു റിസൾട്ടാണ് വന്നത്. അതൊക്കെ ഇത് നമ്മുടെ മെന്റൽ ഹെൽത്തുമായിട്ട് നമ്മൾ ചിന്തിക്കും. നല്ല മെന്റലി സ്റ്റേബിൾ ഉള്ള, മെന്റലി നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സൺ എന്ത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും അതിനു മുമ്പ് നല്ലപോലെ ചിന്തിച്ചിട്ടേ ചെയ്യുള്ളൂ. ആ ഡിസിഷൻ മേക്കിംഗ് കറക്റ്റ് ആയിരിക്കും, ആക്യുറേറ്റ് ആയിരിക്കും, പ്രോബ്ലം സോൾവിങ്ങും ആക്യുറേറ്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്, ഒരു ചെറിയൊരു പാരഗ്രാഫ് വരുന്നുണ്ട്. അത് മാത്രല്ല താഴെ നമ്മൾ ഇതെല്ലാം നമ്മളുടെ ഒരു പ്രൊഫഷനുമായിട്ട് കണക്ട് ചെയ്യുവാണ് കേട്ടോ. ആസ് എ ടീച്ചർ നമ്മൾ എങ്ങനെയായിരിക്കണം, ഒരു മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ടീച്ചർ എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള ടീച്ചറാണ് കുട്ടികളിലേക്ക് നല്ലൊരു ഇൻപുട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ. കുട്ടികളുടെ ഫീലിങ്സ് മനസ്സിലാക്കാനും അവരെ അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ നല്ല മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരു ടീച്ചർക്കേ പറ്റുള്ളൂ. അപ്പൊ അതിങ്ങനെ ആരോ ഇട്ടിട്ട് പോയിന്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട്, അതുവരെയും ഒന്ന് വായിക്കണേ. ആ പാരഗ്രാഫും അതിന്റെ താഴെയുള്ള ആ പോയിന്റ്സ് ഞാൻ വായിച്ചോട്ടെ. വായിക്കൂ. Instruction involves the social situation of a classroom in which the teacher occupies the leader's positions. A role is thus wanted from the teacher which required certain personality traits. It is well known that accomplishment is influenced by personality factors of a physically, socially, mentally, and emotionally healthy, productive individual. The important professional traits of a mentally healthy teacher are the following: good knowledge of subject matter in which he has specially, capacity and willingness to teach effectively and mastery of communication skills, ability and desire to improve professional skills and achieve capacity through the study of professional books and magazines, capacity to work together to share experiences with other staff members, capacity to assume an attitude of individual responsibility and cooperative functioning, acceptance and understanding of children, realistic attention of the social expectations and an understanding of his social role, respect for identity and one's profession. അപ്പൊ ഒരു ക്ലാസ് റൂമിൽ നമ്മൾ ഓൾറെഡി ക്ലാസ് റൂമില് ടീച്ചേഴ്സിന്റെ മെന്റൽ ഹൈജീന്റെ ഇമ്പോർട്ടൻസും അതിന്റെ ഇമ്പാക്ട് കുട്ടികളിൽ എന്തുണ്ടാക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചർ ആണെങ്കിൽ കുട്ടികൾ എന്തും തുറന്നു പറയും. അവർക്കൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ എല്ലാ കുട്ടികളെയും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യുന്ന ടീച്ചർ ആണെങ്കിൽ അത്രയും ആ ഒരു ക്ലാസ് റൂമിന്റെ ക്ലൈമറ്റ് മാറും. കുട്ടികൾക്കെല്ലാം എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ കൂടിയും ആ ടീച്ചർക്ക് ശരിയായ രീതിയിൽ ഇടപെടലുകൾ നടത്തി അത് കാര്യം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അതേസമയം ടീച്ചർ മെന്റൽ ഹെൽത്ത് അത്ര പ്രോപ്പർ അല്ലാത്തൊരു ടീച്ചർ ആണെങ്കിൽ ദാറ്റ് വിൽ അഫക്ട് ഈച്ച് ആൻഡ് എവറി ചൈൽഡ് അല്ലെ. ഓരോ കുട്ടിയെയും അത് ബാധിക്കും. അതാണ് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ മാത്സിന്റെ ആ ഒരു പേടിയായിട്ടുണ്ടായിരുന്ന ആ കുട്ടിയുടെ കാര്യം. അവര് സ്കൂളിൽ പോകാനേ പറ്റില്ല, മിക്ക ദിവസവും കുട്ടി ആബ്സെന്റ് ആവുകയാണ്. കാരണം സ്കൂൾ ബസ്സിന്റെ വരാറാവുമ്പോഴേക്കും ഇവൻ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങും. ചെറിയ പ്രായത്തിൽ കരച്ച് വൊമിറ്റിങ്ങും ഇതായിരുന്നു. പിന്നെ അതങ്ങോട്ട് ശരിയാകുമായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ടീച്ചർക്ക് വേണ്ടുന്ന പ്രൊഫഷണൽ ട്രെയ്റ്റ്സ്, ഗുണങ്ങൾ, പ്രൊഫഷണലി ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. അവർ ഏത് സബ്ജക്റ്റ് ആണോ എടുക്കുന്നത് അതിനെ കുറിച്ചുള്ള നല്ലൊരു നോളജ് ഉണ്ടായിരിക്കണം. ഡെഫിനറ്റ്ലി അല്ലെ. നമുക്കൊന്നും അറിയാത്ത ഒരു ടോപ്പിക്കുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു ആളായിരിക്കും. പിന്നെ നല്ല രീതിയിൽ തന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലോട് കൂടി
പഠിപ്പിക്കാനുള്ള കപ്പാസിറ്റിയും അതിനുള്ള വില്ലിങ്നെസ്സും, അതിന് ആ ഒരു അറിവും ആ ഒരു കപ്പാസിറ്റിയും അതിനുള്ള വില്ലിങ്നെസ്സും അത് ഉണ്ടായിരിക്കണം. പിന്നെ അത് മാത്രല്ല, ചില ടീച്ചേഴ്സ് ഉണ്ട്, എനിക്ക് എല്ലാം അറിയാം, എനിക്ക് അങ്ങനെ വിചാരിക്കുന്നവര്. അങ്ങനെയല്ല, നമ്മൾ ഓരോരോ ടൈം എത്തുമ്പോഴും അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഉള്ള താല്പര്യം അല്ലെ, ഞാൻ ഇനിയും പഠിക്കേണ്ടതുണ്ട്, ഇനി എന്റെ സ്കില്ല് ഞാൻ ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്, എന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൂട്ടണം, അല്ലെങ്കിൽ അങ്ങനെ പല പല കാര്യങ്ങളും. ഇപ്പൊ ടെക്നോളജി ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുവാണ് അല്ലെ, ഏറെയാണ് ഇപ്പോ. അപ്പം നമ്മള് ആദ്യം സെറ്റ് ചെയ്യണം നമ്മുടെ അടുത്ത 10 ദിവസം കൊണ്ട് ഞാൻ പുതിയൊരു സ്കില്ല് ഞാൻ പഠിക്കും. ഇപ്പൊ എയുടെ ഏതെങ്കിലും ടൂൾ ഉപയോഗിക്കാനാണെങ്കിൽ അത് ഞാൻ പഠിച്ചെടുക്കും, അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ട് നോട്ട്സ് എങ്ങനെ ഉണ്ടാക്കാം അത് ഞാൻ പഠിക്കും. അങ്ങനെയൊക്കെയുള്ള നമുക്ക് ടെക്നോളജി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. എയുടെ എല്ലാ ചുമ്മാ നമ്മൾ ഫോട്ടോയും വീഡിയോയും ഉണ്ടാക്കൽ മാത്രമല്ല, അല്ലാതെ നമുക്ക് ഈ ടീച്ചിങ് ഫീൽഡിലൊക്കെ നല്ല ഓപ്ഷൻസ് ഉണ്ട്. എയുടെ കുറെ ടൂൾസ് ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല ഓപ്ഷൻസ്. എന്ന് കരുതി നമ്മളുടെ ബ്രെയിൻ വർക്ക് ചെയ്യരുത് എന്നുള്ളതല്ല. നമ്മള് 4 മണിക്കൂർ എടുത്തൊരു പ്രിപ്പറേഷൻ ചെയ്യുന്നത് എയുടെ സഹായത്തോടു കൂടി നമുക്ക് കുറഞ്ഞ ടൈമിൽ ആ പ്രിപ്പറേഷൻ നടത്താം എന്നുള്ളത്. ആ രീതിയിൽ നമ്മൾ എ ഉപയോഗിക്കും. മൊബൈല് ഹെൽത്തി ആയിട്ട് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇതുപോലുള്ള ടൂൾസും നമ്മൾ ഹെൽത്തി ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യണോ, അതിന് പറ്റുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള ആപ്പ് ഒക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ആദ്യം ഇവരെ കുറച്ചൊക്കെ ഫ്രീ ആയിട്ട് തരും കേട്ടോ. അത് കറക്റ്റ് ചെയ്ത് നോക്കി മനസ്സിലാക്കി, ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി, അറിയാവുന്നവരോട് ചോദിച്ച് ചെയ്യണം. ഇനി ഇവര് 1 റുപ്പിക്ക് ഇത്ര കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ വരും. അപ്പൊ നമ്മൾ 1 റുപ്പി കൊടുത്തിട്ട് അത് എടുക്കും. കുറച്ച് കഴിയുമ്പോ നമ്മൾ ഈ 1 റുപ്പി പേ ചെയ്തെടുക്കുമ്പോ അറിയാതെ ചിലപ്പോൾ ഓട്ടോ പേ ഇനേബിൾ ആകും. നമ്മൾ അറിയില്ല, 1 മന്ത് കഴിയുമ്പോഴേക്കും 149 99 അങ്ങനെ എത്രയെങ്കിലും സബ്സ്ക്രിപ്ഷൻ നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് കട്ട് ചെയ്യും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഞാനിങ്ങനെ എയുടെ പല ടൂൾസിന്റെയും റിവ്യൂ വായിച്ചു. അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്തിട്ട് ഒരു PPT പ്രസന്റേഷൻ ചെയ്യണം. അപ്പൊ ഞാൻ അതിന്റെയൊക്കെ ഒന്ന് നോക്കുമായിരുന്നു, എങ്ങനെയാ അത് ഉപയോഗിക്കാൻ പറ്റുക, ഇതിനെന്തെങ്കിലും കോസ്റ്റ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചപ്പോ ഇതൊക്കെയാണ് കാണുന്നത്. അങ്ങനെ ഓട്ടോ പേ എന്നുള്ളത് ഇനേബിൾ ആകും നമ്മൾ അറിയാതെ തന്നെ. നമ്മൾ എന്തൊക്കെയോ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് അങ്ങനെ ഇങ്ങനെ പോയി 1 രൂപ പേ ചെയ്തിട്ട് 1 രൂപയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ 1 റുപ്പി പേ ചെയ്ത് അങ്ങനെ പോകുമ്പോഴേക്കും ഇത് അറിയാതെ ഓട്ടോ പേ ഇനേബിൾ ആകും. അങ്ങനെ കുറെ കമന്റ്സും റിവ്യൂസും ഉണ്ട്. അപ്പൊ പല ആപ്പും നല്ലതാണ്, പക്ഷെ ഇങ്ങനെ ഒരു കാര്യം എനിക്ക് ഹൈഡ് ആയിട്ടിരിക്കുന്നത്. അതൊക്കെ ഒന്ന് ഫിറ്റ്നസിന്റെ ആപ്പിലും ഇതൊക്കെ തന്നെ അങ്ങനെ വരും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നന്നായി. അങ്ങനെ നമ്മളുടെ പ്രൊഫഷണൽ സ്കിൽസ് നമ്മളുടേത് പറയുവാണ്, അത് ഇംപ്രൂവ് ചെയ്യാനുള്ള എബിലിറ്റിയും ഡിസയറും ആഗ്രഹവും ഉണ്ടായിരിക്കണം, കഴിവും ഉണ്ടായിരിക്കണം. ചില വീട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ ഫാമിലി ഫ്രണ്ട് വീട്ടിൽ പോകുമ്പോ അവരുടെ അമ്മമാരൊക്കെ കാണും കേട്ടോ. ഞാൻ 2-3 വീടുകളിൽ പോയപ്പെട്ട അനുഭവമാണ്. അവരിങ്ങനെ അപ്ഡേറ്റഡ് ആണ്. അതായത് കൊച്ചുമക്കളുമായിട്ട് പിടിച്ചു നിൽക്കണ്ടേ, അതിന് അവരിങ്ങനെ അപ്ഡേറ്റഡ് ആണ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, എന്റെ ഹസ്ബൻഡിന്റെ അച്ഛനും അമ്മയും സാധാരണ ഫോണായി യൂസ് ചെയ്തിരുന്നത്. അപ്പൊ ഞാൻ എപ്പോഴും അമ്മോടും അച്ഛനോടും പറയും, അവര് ദൂരെയാണ്, അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോവുകയാണല്ലോ, പറയും മറ്റേ ഫോൺ ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് കോൾ ചെയ്യുമ്പോൾ കാണാലോ. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾക്ക് ഇത് മതി, ഞങ്ങൾ ഈ പഴയ ആൾക്കാർക്ക് ഇത് മതിയല്ലോ എന്നവര് പറഞ്ഞു. അപ്പൊ എന്റെ മോള് പഠിക്കാൻ വേണ്ടിയിട്ട് സൗത്ത് ആഫ്രിക്കയിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ അവരുടെ ഒരു കൺസേൺ, അവളെ സംസാരിക്കണം, അത് ടൈമിന്റെ ഡിഫറൻസ് ഉണ്ട്, പിന്നെ അവളെ കാണുന്നില്ലല്ലോ സംസാരം. അങ്ങനെ കഴിഞ്ഞ ആഴ്ച അച്ഛൻ ഫോൺ എന്നോട് പറഞ്ഞു, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പം അവളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് നമുക്ക്, അപ്പൊ അവരിങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. മനസ്സിലായി? ഞങ്ങളുടെ ആവശ്യം വന്നപ്പോ അപ്ഡേറ്റഡ് ആയി. നമ്മളൊരു ടീച്ചറാണ്, വി ആർ പ്രൊവൈഡിങ് നോളജ് ടു ദ കിഡ്സ്. നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. കഴിഞ്ഞ വർഷം പഠിപ്പിച്ച പോലെ തന്നെ അല്ല ഈ വർഷവും പഠിപ്പിക്കേണ്ടത്, വീണ്ടും അപ്ഡേറ്റഡ് ആണ്. 24th ബാച്ച് നമ്മുടെ ആയിട്ടുണ്ട്. ഞാനത് എല്ലാം എപ്പോഴും പറയാറുണ്ട്, ഫസ്റ്റ് ബാച്ചിന് പഠിപ്പിച്ച് ഞാനല്ല ഇപ്പൊ പഠിപ്പിക്കുന്നത്. കാരണം മുന്നിൽ വരുന്ന കുട്ടികളൊക്കെ അറിവ് നമുക്ക് തന്നിട്ടാ പോകുന്നേ. പുസ്തകങ്ങളാണ്, ഓരോരോ അറിവും പാഠങ്ങളും പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നോളജും ലെസൺസും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതിനനുസരിച്ച് നമ്മളിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും.
പിന്നെ അത് മാത്രമല്ല, ഒരു സ്കൂളിലെ ടീച്ചർ എന്ന് പറയുമ്പോൾ അവിടെ അവരൊറ്റയ്ക്കല്ല, വേറെയും സ്റ്റാഫുകളുണ്ട്, വേറെയും ടീച്ചേഴ്സ് ഉണ്ട്, അതർ സപ്പോർട്ടിങ് സ്റ്റാഫ് ഉണ്ട്. എല്ലാവരുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ആ ഒരു കോപ്പറേഷൻ വർക്ക് ചെയ്യാനുള്ള ആ ഒരു മനോഭാവം നമ്മളുടെ എക്സ്പീരിയൻസസ് മറ്റ് സ്റ്റാഫിനോട് ഷെയർ ചെയ്യുക. നമുക്ക് ഏതെങ്കിലും കാര്യത്തിലൊരു സപ്പോർട്ട് വേണമെങ്കിൽ നോളജബിൾ ആയിട്ടുള്ള ഒരു ടീച്ചറോട് ചോദിക്കാം, അല്ലെ? അല്ലെങ്കിൽ നമ്മൾക്ക് ചില കാര്യങ്ങളിൽ നല്ല അറിവുണ്ട്, അത് മറ്റ് ടീച്ചർമാരെ ഹെൽപ്പ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ പല പല കാര്യങ്ങളും. പിന്നെ നമ്മളുടെ റെസ്പോൺസിബിലിറ്റി, അതിനെപ്പറ്റി നല്ലൊരു ബോധം ഉണ്ടായിരിക്കണം. കോപ്പറേറ്റീവ് ഫങ്ഷനിങ്, എല്ലാവരുമായിട്ട് യോജിച്ച് ചേർന്ന് പോകാനായിട്ട് വെച്ച്. പിന്നെ കുട്ടികളെ ആക്സെപ്റ്റ് ചെയ്യുക, അവരെ മനസ്സിലാക്കുക. ആക്സെപ്റ്റൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ചിൽഡ്രൻ. പിന്നെ നമ്മൾ ഈ ഒരു സൊസൈറ്റിയിൽ നമ്മളുടെ റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ? ഒരു സൊസൈറ്റിയെ ബിൽഡ് ചെയ്യുന്നതിലെ മെയിൻ ആൾക്കാർ നമ്മളാണ്. നമ്മൾ പഠിപ്പിച്ച് വിടുന്ന ഈ കുട്ടികൾ നല്ല പ്രൊഡക്റ്റീവായിട്ട് പുറത്തേക്ക് ഇറങ്ങി ഈ സൊസൈറ്റിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മളാണ് കൊടുക്കേണ്ടത് അവർക്ക്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചാണ് ഈ കുട്ടി പ്രൊഡക്റ്റീവ് ആകുമോ അല്ലയോ എന്നുണ്ടെങ്കിൽ വേറൊരാളെ ഹെൽപ്പ് ചെയ്യാനുള്ള മനസ്സ്, എമ്പതിയൊക്കെ ഈ കുട്ടിക്ക് ഉണ്ടാവുന്നത്. അപ്പൊ സൊസൈറ്റിയിൽ നമ്മളുടെ റോളും നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയും നമ്മൾ മനസ്സിലാക്കുക. സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻസിനനുസരിച്ച് നമുക്ക് ഈ ഇറങ്ങുന്ന കുട്ടികളാണ് പിന്നെ ഡോക്ടർമാരും ടീച്ചർമാരും ബിസിനസ് ചെയ്യുന്നവരും മറ്റു തൊഴിലാളികളായിട്ടും എന്തൊക്കെ ജോബ് ഉണ്ടോ അതിലേക്കൊക്കെ പോകുന്നത് ഈ ഇറങ്ങുന്ന കുട്ടികളാണ്. നമ്മളിലാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ റോള് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മളെ റെസ്പെക്ട് ചെയ്യുക, നമ്മുടെ ഐഡന്റിറ്റിയെ റെസ്പെക്ട് ചെയ്യുക, അതുപോലെ തന്നെ മറ്റാളുകളെ, അവരെന്ത് ജോബിലുള്ളവരാണെങ്കിലും അവരെയൊക്കെ റെസ്പെക്ട് ചെയ്യുക. കാരണം കുട്ടികളൊക്കെ വേരിയസ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും സോഷ്യൽ സ്റ്റാറ്റസിൽ നിന്നും വരുന്നവരായിരിക്കും. ഇവരുടെ പാരന്റ്സ് പല പല ജോലികൾ ചെയ്യുന്നവരായിരിക്കും. ചിലര് ഹൈ പ്രൊഫൈലിലുള്ളവരായിരിക്കാം, ചിലര് ആവറേജ് ആയിരിക്കാം, മിഡിൽ ക്ലാസ് ആയിരിക്കാം, ചിലർ അതിൽ താഴെയുള്ളവരായിരിക്കും. അപ്പൊ അവരെയെല്ലാം ആക്സെപ്റ്റ് ചെയ്യാനും അവരുടെ തൊഴിലിനെ റെസ്പെക്ട് ചെയ്യാനും കഴിയണം ഒരു ടീച്ചർ. അതായത് പാർഷ്യൽ ആയിരിക്കരുത്, ബയസ്ഡ് ആയിട്ടുള്ള പെരുമാറ്റം ഉണ്ടാകരുത്, അൺബയസ്ഡ് ആയിരിക്കണം എന്നൊക്കെ പറയും. ഓക്കെ, ക്ലിയർ ആയില്ലേ? നിങ്ങൾക്കിപ്പോ ക്ലാസ് റൂമിൽ ഒരു PDF വന്നിട്ടുണ്ടാവും, PFA. ആരെങ്കിലും കണ്ടോ? ഇല്ലോ? കണ്ടോ? വന്നിട്ടുണ്ടോ? സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. യെസ്. ഈ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ കൂടെ അഡീഷണലി ചേർത്ത് പഠിപ്പിക്കുന്ന ഒന്നാണ് PFA. അതൊരു ഡിഗ്രി ലെവലിലുള്ള സൈക്കോളജി സ്റ്റുഡൻസിന്റെ ടോപ്പിക്കാണ്. നല്ലൊരു PDF ആണ്. അത് മുഴുവനും നിങ്ങൾക്ക് വേണ്ട, പക്ഷെ സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. ഫസ്റ്റ് എയ്ഡ് കഴിഞ്ഞു? ഏതെങ്കിലും ക്ലാസ്സിൽ ഫസ്റ്റ് എയ്ഡ് കഴിഞ്ഞോ? അറിയാം, നമ്മളുടെ ബോഡിയിൽ എന്തെങ്കിലും മുറിവോ ചതവോ പൊള്ളലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാകും, അല്ലെ? നമുക്ക് കുട്ടികൾ ഓടി വീഴുന്നു, നമ്മൾ വീഴുന്നു, എവിടെയെങ്കിലും ഇടിക്കുന്നു, നമുക്ക് അവിടെ ചതവ് വരുന്നു, നീര് വരുന്നു, വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്കൂളിലും കാണും അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ്. അപ്പൊ ശരീരത്തിലൊരു മുറിവ് വന്നാൽ നമ്മൾ എന്ത് കെയറോട് കൂടിയാണ് അതിൽ മരുന്ന് വെച്ച് അത് ദിവസവും നോക്കി ഉണങ്ങി കഴിയുമ്പോ അവിടെ ഒരു സ്കാർ പോലെ വരും, പാട്, അല്ലെ? അതും നമുക്ക് ഭയങ്കര നമ്മുടെ ഒരു കൺസേൺ ആണ്, നമ്മുടെ സൗന്ദര്യത്തെ ബാധിക്കുന്ന. അപ്പൊ ആ പാട് മാറാൻ ഏറ്റവും നല്ല പ്രോഡക്റ്റ് എന്താണോ, കോസ്മെറ്റിക് പ്രോഡക്റ്റ് ആയിരിക്കും പാടൊക്കെ മാറാനല്ലേ. അപ്പൊ ഏറ്റവും നല്ല പ്രോഡക്റ്റ് എന്താണോ അത് വാങ്ങിച്ച് നമ്മൾ വളരെ കെയർ ചെയ്ത് കറക്റ്റ് സമയത്ത് അത് പുരട്ടി നമ്മൾ ആ സ്കാറിന്റെ ആ പാട് നമ്മൾ മാറ്റും. അത്രയും നമ്മൾ കെയർ ചെയ്യുന്നുണ്ട്. ശരീരത്തിലൊരു മുറിവോ ചതവോ പൊള്ളലോ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ മനസ്സിലുണ്ടാകുന്ന മുറിവ് നമ്മൾ എങ്ങനെ ഹീൽ ചെയ്യും? മനസ്സിലെ മുറിവ് നമുക്ക് എങ്ങനെ? ഇപ്പൊ മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു. മനസ്സിൽ നമുക്കൊരു മുറിവുണ്ടായാൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഡൗൺ ആയി പോകും. അപ്പോൾ മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസ് അത്രയും ഉണ്ട്. നല്ല മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്കാണ് മറ്റുള്ള ആളുകളോട് എമ്പതിയോടുകൂടി പെരുമാറാൻ പറ്റുള്ളൂ. ആ വീട്ടില് സമാധാനം ഉണ്ടാവുള്ളൂ. കുട്ടികളുടെ കാര്യങ്ങൾ, അമ്മമാരാണ് അല്ലെങ്കിൽ അച്ഛനാണ്, പാരന്റ്സ് ആണെങ്കിൽ വീട്ടിലെ മറ്റെല്ലാ മെമ്പേഴ്സിനോടും നല്ല രീതിയിൽ പെരുമാറാനും അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും
നല്ല തീരുമാനങ്ങൾ എടുക്കാനൊക്കെ നല്ല മെന്റലി ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്കേ പറ്റുള്ളൂ അല്ലെ. ടീച്ചർ നല്ല മെന്റലി ഹെൽത്തി ആണെങ്കിൽ മാത്രമാണ് നല്ലൊരു ഇൻപുട്ട് കുട്ടികളിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതിനനുസരിച്ച് നല്ലൊരു ഔട്ട്കം കുട്ടികളിൽ നിന്ന് വരുള്ളൂ. ഇതെല്ലാം നമ്മൾ പറയും. അപ്പൊ നമ്മുടെ മനസ്സിന് മുറിവേറ്റാൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് ആകെ പോകും. നമ്മുടെ മെന്റൽ ഹൈജീൻ എല്ലാം ലോ ആകും. ഈ മനസ്സിന്റെ മുറിവ് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റണം അല്ലെ. നമ്മുടെയും പറ്റണം, സെൽഫ് ഹീലിംഗും പറ്റണം, മറ്റുള്ളവരുടെയും ഹീൽ ചെയ്യണം. ഈ മെന്റൽ ഹെൽത്ത് ഇത്രയും ടോപ്പിക് കൊണ്ട് പൂർണ്ണമാവില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് PFA ആഡ് ചെയ്തത്. ആ ഒരു സീരിയസ്നെസ്സോടുകൂടി തന്നെ നമ്മൾ PFA കാണണം. കാരണം ഇത് നമുക്ക് പറ്റും കുറെ ആളുകളെ ചേർത്ത് പിടിക്കാനായിട്ട്. ഫസ്റ്റ് എയ്ഡിന്റെ പോർഷൻ തീർന്നിരുന്നു, മുഴുവൻ കഴിഞ്ഞിരുന്നു ഫസ്റ്റ് എയ്ഡ്? കഴിഞ്ഞു മാം. അഞ്ചാമത്തെ യൂണിറ്റ് ആയിരുന്നേ ഫസ്റ്റ് എയ്ഡ്. ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ആണ് നമ്മൾ എടുക്കുന്നത്. PFA, നമുക്ക് മനസ്സിനൊരു മുറിവേറ്റാൽ അതിനെ എങ്ങനെ ഹീൽ ചെയ്യാം, അതിനെന്ത് ഫസ്റ്റ് എയ്ഡ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. അത് മാത്രല്ല PFA അത് വേണ്ടുന്ന ആളുകളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, അവിടെ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ലാത്തതും നമ്മൾ പറയേണ്ടതും, നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്ത ഡൂസ് ആൻഡ് ഡോട്ട്സ് അതും ഉണ്ട്. കാരണം മനസ്സാണ് അല്ലെ, മനസ്സിന് ചെയ്യാൻ പാടില്ലാത്ത ചെയ്തിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മളുടെ മുറിവില് നമ്മളൊരു ഓയിൽമെന്റ് പുരട്ടി, അതെന്ത് ചെയ്തിട്ട് ഉണങ്ങുന്നില്ല, നമുക്ക് ഓൾട്ടർനേറ്റീവ് തരും ഡോക്ടർ അല്ലെ, പകരം തരും. അവിടെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല, പകരം തരുന്നു നമുക്ക്. അല്ലെങ്കിൽ നമുക്കൊരു മരുന്നിന് അലർജി ഉണ്ട്, നമുക്ക് അവിടെ ഓൾട്ടർനേറ്റീവ് ഉണ്ട് അല്ലെ, വേറൊരു മരുന്ന് നമുക്ക് കഴിക്കാം. അലർജി ആണെങ്കിൽ വേറെ അതിന് പകരം അലർജി വരാത്ത വേറെ എന്തെങ്കിലും നമുക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ചിലർക്ക് ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ വരും, സോ ടോണിക് പ്രൊവൈഡ് ചെയ്യും അല്ലെ. അങ്ങനെ പല, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ തരും. അങ്ങനെ പല പല ഓപ്ഷൻസ് നമുക്ക് ശരീരത്തിനൊരു പ്രശ്നം പറ്റിയാലുണ്ട്. അതേസമയം മനസ്സിനൊരു മുറിവ് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾട്ടർനേറ്റീവ്സ് ഇല്ല കൊടുക്കുന്ന ഇന്റർവെൻഷൻ. ആ ഒരു ഒന്ന് സംഭവിച്ചു അവിടെ നമ്മള് പലതും പറഞ്ഞു ഹീൽ ആവുന്നുണ്ടെങ്കിൽ അത് വല്ലാതെ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. ഓൾട്ടർനേറ്റീവ് കൊണ്ടുവന്ന് പെട്ടെന്ന് ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിലേക്ക് പോവില്ല. ആ ഒരു വ്യത്യാസമുണ്ട്. അതിനു മുമ്പ് ഫസ്റ്റ് എയ്ഡിന്റെ കൂടെ ഒരു കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ കൊറോണ ടൈമില് നമ്മള് ഈ ആ ഒരു ഹെൽത്ത് വർക്കേഴ്സ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് അവർ യൂസ് ചെയ്തിരുന്ന ഒരു എക്യുപ്മെന്റിന് എല്ലാരും അറ്റ്ലീസ്റ്റ് TV-യിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. അവരെ കാണാനേ പറ്റില്ല, ഏത് വ്യക്തിയാന്ന് തന്നെ മനസ്സിലാവില്ല. ചിലപ്പോ മൂക്കിന്റെ ഹോള് മാത്രവും കണ്ണിന്റെ അത് മാത്രവും അത്രയൊക്കെ കാണുള്ളൂ. ആ രീതിയിൽ എന്തായിരുന്നു അത്? ഫസ്റ്റ് എയ്ഡിൽ നിങ്ങൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് PPE കിറ്റ്. അത് പൊതുവെ യൂണിവേഴ്സൽ പ്രിക്കോഷൻസ് എന്നാണ്, ആ ഒരു സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന കിറ്റാണ് PPE കിറ്റ്. അതായത് പലപ്പോഴും ഈ ഹെൽത്ത് റിലേറ്റഡ് ഇതിൽ വർക്ക് ചെയ്യുന്നവർക്ക് എന്തുമാകാം, നേഴ്സ് ആകാം, നഴ്സിംഗ് അസിസ്റ്റന്റ് ആകാം, മറ്റ് ലാബ് അസിസ്റ്റന്റുകൾ എല്ലാം ആകാം. അവര് ഈ അതായത് മനുഷ്യന്റെ ബോഡി ഫ്ലൂയിഡുമായിട്ട് ഡയറക്റ്റ് ടച്ച് ആണെങ്കിൽ ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉള്ള പല അസുഖങ്ങളും ഉണ്ടല്ലേ. അതായത് ഹെപ്പറ്റൈറ്റിസ് B വൈറസ്, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് C വൈറസ്, പിന്നെ HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഇതൊക്കെ മനുഷ്യന്റെ ബോഡി ഫ്ലൂയിഡ് നമ്മുടെ ബോഡിയിലേക്ക് എങ്ങാനും കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻഫെക്റ്റഡ് ആകുന്ന ഒന്നാണ്. അതിൽ നിന്നുമൊക്കെ ഇവരെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ഈ PPE കിറ്റ്. പിന്നെ PPE കിറ്റിൽ എന്തൊക്കെ ഉണ്ടാവും? ഡിസ്പോസിബിൾ ഗ്ലൗസ് ഉണ്ട്, പിന്നെ അവരിടുന്ന വലിയൊരു ഗൗൺ ഉണ്ട്, പിന്നെ ലാബ് കോട്ട്, ഫേസ് ഷീൽഡ്, ഐ പ്രൊട്ടക്ഷൻ ആൻഡ് പോക്കറ്റ് മാസ്ക്, സാധാരണ മാസ്കുകള്, ഫേഷ്യൽ ബാരിയേഴ്സ്, അങ്ങനെയൊക്കെ വരുന്ന കുറെ കാര്യങ്ങളൊക്കെ കൂടി ചേരുന്നതാണ് ഈ PPE കിറ്റ്. അതൊക്കെ വെച്ച് അവർ ഡാൻസ് ചെയ്യുന്നതിന്റെ ഒക്കെ വീഡിയോ ഒക്കെ നമ്മൾ വൈറലായിരുന്നു അല്ലെ. ചേച്ചി നേഴ്സാണ്, അപ്പൊ ചേച്ചിയൊക്കെ ആ സമയത്തേനെ പറയണേ ഭയങ്കര പാടാന്ന്. കാരണം ശ്വാസം മുട്ടുന്നത് അതുപോലെ ഫുൾ ഒന്ന് യൂറിൻ പാസ് ചെയ്യാൻ പോവാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴൊക്കെ അന്ന് അത്രയും കഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ നമ്മള് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡിലേക്ക് പോവുകയാണ്. PFA ആ ഒരു PDF നിങ്ങൾക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാമോ? ജസ്റ്റ് അതിന്റെ ആ ഒരു
എന്താ പറയാ PFA ആ ഒരു ഡയമെൻഷൻസ് ഒന്ന് പറയാം, അത് മാത്രം ഒന്ന് പറയാം, അതിനുള്ള സമയമുള്ളൂ. ഒരു റൗണ്ടില് PFA എന്നും അതിന്റെ ചുറ്റും കുറെ സർക്കിൾസ് കാണുന്നില്ലേ? കാണാമോ? ഞാൻ ഫുൾ ആ PDF പറയില്ല. അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ. നല്ലൊരു ടോപ്പിക് ആണ് അത്. ഞാൻ അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് ആവശ്യമുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രം എടുത്തിട്ടുണ്ട്. അപ്പോ ഇതിന്റെ മോക്ക് ടെസ്റ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആൻഡ് PFA എന്നും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ. എക്സാമിന് PFA മാത്രം ആ മോക്ക് ടെസ്റ്റിൽ നിന്നാണ് വരിക. അതായത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ലാത്തതാണല്ലോ. കാരണം റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല ടെക്സ്റ്റിൽ ഇല്ലാത്തൊരു ടോപ്പിക് ആഡ് ചെയ്ത് പറയുന്നത്. അപ്പൊ മോക്ക് ടെസ്റ്റില് നല്ല രീതിയിൽ PFAയുടെ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുണ്ട്. എക്സാമിന് PFA ഒരു ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ അത്രേ വരുള്ളൂ. പക്ഷെ എന്നാലും ഇത് നിങ്ങളെ അറിയണം, ഇതിന്റെ ഒരു അവയർനെസ് തരണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട്, അത്യാഗ്രഹം വിചാരിച്ചോളൂ. അതുകൊണ്ടാണ് കേട്ടോ തന്നത്. കാരണം ഇത് അറിഞ്ഞു കഴിയുമ്പോ തന്നെ കുറേ നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ്. പിന്നെ നമ്മളുടെ ഹീൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യുള്ളൂ. അപ്പൊ PFA എന്ന് പറയുന്നത് ഒരു ഇന്റർവെൻഷൻ ആണ്, ഒരു ഇടപെടൽ. ആവശ്യമുള്ള ആളുകൾക്കുള്ള ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് PFA എന്ന് പറയുന്നത്. അതിൽ കുട്ടികൾ ഉണ്ടാകാം, ആവശ്യമുള്ള നീഡി പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാകും, അഡൽട്സ് ഉണ്ടാകും, ചിലപ്പോൾ ഒരു ഫാമിലി ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ അപകടങ്ങളോ ഷോക്കിംഗ് ഇൻസിഡൻസോ ആക്സിഡൻസോ സംഭവിച്ച് ബുദ്ധിമുട്ടുന്ന, മാനസികമായി ബുദ്ധിമുട്ടുന്ന ആളുകൾക്കാണ് നമ്മൾ ഇതുപോലുള്ള സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു സപ്പോർട്ടാണ് PFA എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഫ്ലഡ് സമയത്ത് നമുക്കറിയാം ആളുകളുടെ വീടിനകത്ത് മുഴുവനും വെള്ളം കയറി, അവർക്ക് സാധനങ്ങളൊക്കെ കുറെ പോയി, ഡോക്യുമെന്റ്സ് പോയി, കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് നഷ്ടമായി, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ സംഭവിച്ചു അല്ലെ. ഇവരൊക്കെ ഒരു എന്താ പറയുക, ഒരു വേറൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതായിട്ട് വന്നു. തിരിച്ചു വന്നപ്പോഴേക്കും വീടിന്റെ അവസ്ഥ വളരെ മോശം, മാനസികമായ നല്ല ബുദ്ധിമുട്ടും. ഞാൻ ഒരു റീസെന്റ് ഒരു യൂബർ എടുത്ത്, എറണാകുളത്ത് യൂബർ എടുത്ത് ഞാൻ പറവൂർ എന്റെ വീട്ടിലേക്ക് വരുവാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ അയാള് നല്ലപോലെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അയാൾ എന്നോട് പറയാണ്, കഴിഞ്ഞ വർഷം വയനാട്ടിലെ ആ ഒരു ഉരുൾപൊട്ടലും ഇതൊക്കെ വന്ന് കുറേ ആളുകൾക്ക് ഒരു ഏരിയ തന്നെ കംപ്ലീറ്റ് ഒലിച്ചു പോയ ഒരു കേസ് ഉണ്ടായിരുന്നില്ലേ, അങ്ങനെ വീടുകൾ നഷ്ടപ്പെട്ടത്. അതിന്റെ വിക്ടിമായിരുന്നു അയാളും അയാളുടെ ഫാമിലി. അതായത് അയാളുടെ അമ്മ, അച്ഛൻ, അയാളുടെ വൈഫ്, അങ്ങനെ അവരുടെ വീട്ടിലുണ്ടായിരുന്ന ആളുകള് രക്ഷപ്പെട്ടു. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അച്ഛന് നെഞ്ചുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഈ പ്രശ്നം മഴ ഭയങ്കര ബുദ്ധിമുട്ടാകുന്നതിന് തൊട്ട് മുമ്പ്. അപ്പൊ അച്ഛന് എന്തോ ഒരു സർജറി വേണം, ഹാർട്ടിന്റെ എന്തോ ആണ് സർജറി വേണം. അപ്പൊ അതിനുവേണ്ടി വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സും കൂടെ ഹോസ്പിറ്റലിലായിരുന്നു. ആ ഒരു സമയത്താണ് ഇവരുടെ വീട് 30-35 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു, കൃഷി ഉണ്ടായിരുന്നു അതില്, അത് അങ്ങനെ ഫുൾ പോയി. ഇപ്പം പറയുന്നത് എന്താന്ന് വെച്ചാല് അച്ഛനും അമ്മയും കൂടെ താമസിക്കുന്നത്, എനിക്കൊരു ചേച്ചിയുണ്ട്, ചേച്ചിക്ക് സ്വന്തമായിട്ട് വീടുണ്ടെന്ന്. ആ ചേച്ചിയുടെ വീട്ടിലും അപ്പൊ അവിടെ പോയി പുള്ളിക്കാരനും വൈഫിനും കൂടെ താമസിക്കാൻ പറ്റാത്തതാണ് പുള്ളി താമസിക്കുന്നത് വൈഫിന്റെ വീട്ടിലാണ്. +2 വരെ പഠിച്ചിട്ടുള്ളൂ. ജോലി ആവശ്യമാണല്ലോ, സ്റ്റേബിൾ ആയിട്ടില്ലല്ലോ. അങ്ങനെ എറണാകുളത്ത് വന്ന് യൂബർ ഓടിക്കുവാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിച്ചു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഇപ്പോഴും പഴയ ആധാരം കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. വേറെ ഒന്നും ചെയ്യില്ല, സംസാരിക്കില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഇങ്ങനെ പറഞ്ഞു. അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ട്രോമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകും. അങ്ങനെ പിന്നെ ബന്ധുക്കളെല്ലാം നഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാല് സർജറി നടക്കുന്നതിന്റെ അന്ന് ഞങ്ങള് ഹോസ്പിറ്റലിലേക്ക് വന്നോളാന്ന് അച്ഛന്റെ സഹോദരങ്ങളോ അങ്ങനെ എല്ലാവരും അടുത്തിട്ട് പറഞ്ഞു. അന്ന് രാത്രിയാണ് മഴ ഭയങ്കര സിവിയറായി, വല്ലാത്ത ബുദ്ധിമുട്ടായി. അവര് ആരെയും കിട്ടിയില്ല എന്നാ പറഞ്ഞു. എല്ലാരും മരിച്ചു ഒക്കെ പറഞ്ഞു. അങ്ങനത്തെ ഓരോ ബുദ്ധിമുട്ടിന് ആളുകൾ അനുഭവിക്കുന്നത്. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളെ വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്, PFAയോട് ചെയ്യുന്നത്. ഓക്കെ.
PFA ഒരു 7 ഡയമെൻഷൻസ് നിങ്ങൾക്ക് സർക്കിൾ ആയിട്ട് കാണാം. നടുക്ക് PFA എഴുതിയിട്ടുണ്ട്. നമ്മള് എപ്പോഴും ഒരു സപ്പോർട്ട് കെയർ കൊടുക്കുമ്പോൾ പ്രാക്ടിക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ കെയർ പ്രൊവൈഡ് ചെയ്യാൻ. കാരണം എല്ലാ കാര്യങ്ങളും ആസ് എ പേഴ്സൺ നമുക്ക് കൊടുക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് ആണ് പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്നത്. അതിലേക്ക് വരാം. നമ്മൾ ആദ്യം ഇവരുടെ നീഡ്സും കൺസേൺസും എന്താണെന്ന് അസസ് ചെയ്യണം. എന്താണ് പ്രയോറിറ്റൈസ് ചെയ്യാനാണ്. ആ നീഡ്സും കൺസേൺസും അസസ് ചെയ്യും. എന്തായാലും ബേസിക് നീഡ്സ് ആവശ്യമായിരിക്കും അല്ലെ. ഫുഡ്, വാട്ടർ, അതുപോലെ തന്നെ മെഡിസിൻസ് ആവശ്യമുള്ളത്, ഇതൊക്കെ ബേസിക് നീഡ്സ് ആണ്. പിന്നെ ഒരു ഷെൽട്ടർ, തൽക്കാലത്തേക്ക് അവർക്ക് തങ്ങാനുള്ളത്. പിന്നെ അവർക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻസ് അതും പ്രൊവൈഡ് ചെയ്യണം. അതാണ് ഹെൽപ്പ് വിത്ത് ബേസിക് നീഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലിസൺ, ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് ആക്റ്റീവ് ലിസണിങ് ആണ്. അതായത് ഹൃദയം കൊണ്ട് കേൾക്കുക. ചുമ്മാ ചെവി കൊണ്ട് കേൾക്കുക എന്നതല്ല, ഹൃദയം കൊണ്ട്. ചെവി കൊണ്ട് നമ്മൾ ഹിയറിംഗ് കേൾക്കുന്നത് ഇതിൽ കൂടെ കേട്ട് മറ്റേ കൂടെ പോയി. അതിപ്പോ ഞാനിപ്പോ ഈ റൂമിൽ ഇരിക്കുമ്പോൾ ഫാൻ കറങ്ങുന്ന ശബ്ദമുണ്ട്, പുറത്ത് വണ്ടി പോകുന്ന ശബ്ദമുണ്ട്, അതൊക്കെ ഹിയറിംഗ് ആണ്. കാരണം എനിക്കത് ഹൃദയത്തിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല അല്ലെ. പക്ഷെ ഇത് നമ്മൾ ലിസണിങ് ആണ്, ആക്റ്റീവ് ലിസണിങ്. ഹൃദയം കൊണ്ട് കേൾക്കും. പക്ഷെ അവരെ പ്രഷർ ചെയ്യരുത് സംസാരിക്കാനായിട്ട്. ചിലപ്പോൾ അവർ റെഡി ആയിട്ടുണ്ടാവില്ല ഓപ്പൺ അപ്പ് ആവാനായിട്ട്. ഒരിക്കലും പ്രഷറൈസ് ചെയ്യരുത്. പിന്നെ നല്ല വിഷമത്തിലൂടെ പോകുന്നവരല്ലേ, അവരെ കംഫർട്ട് ചെയ്യിക്കുക. കംഫർട്ട്, സെക്യൂർ ഫീൽ അവർക്ക് വേണം. അവരെ നല്ല കാം ആയിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാം. പിന്നെ അവരെ എപ്പോഴും ഇൻഫർമേഷൻസുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ അവരുടെ കുട്ടികളുടെ സർട്ടിഫിക്കറ്റിന്റെ ഡോക്യുമെന്റ്സ് നഷ്ടപ്പെട്ടു, അപ്പൊ ആ ഡോക്യുമെന്റ്സ് റിട്രീവ് ചെയ്തെടുക്കാൻ, വീണ്ടെടുക്കാൻ എന്തൊക്കെ ചെയ്യേണ്ട വരും, ആരെയൊക്കെ കാണണം, അങ്ങനെയൊക്കെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കൊടുക്കാം. വീടിന്റെ ആധാരം ഫുൾ ഒലിച്ചു നനഞ്ഞ് കുതിർന്നു പോയി, അതെങ്ങനെ റിട്രീവ് ചെയ്തെടുക്കാം. വീടായിട്ട് ബാക്കി ഉണ്ടെങ്കിൽ അതിന്റെ മെയിൻ്റനൻസ്, വെള്ളം കയറിയതാണ്, മെയിൻ്റനൻസ് എങ്ങനെ ചെയ്യാം. ഇങ്ങനെയുള്ള ഡിസാസ്റ്റർ മാത്രമല്ല, അല്ലാതെയും ചിലപ്പോൾ ആക്സിഡൻസ്, അതിൻ്റെതായ പല കാര്യങ്ങളും, ഇൻഫർമേഷൻസും സർവീസസും സോഷ്യൽ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യാന്നുള്ളത്. കാരണം എല്ലാം കുറെ കാശ് കൊടുക്കാന്നുള്ളത് അങ്ങനെ എല്ലാ രീതിയിലുള്ളതും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഇവരെ. അങ്ങനെ കിട്ടുന്ന സപ്പോർട്ട് കിട്ടുന്ന ഗവൺമെന്റ് അതോറിറ്റീസ്, അതർ ഏജൻസീസ്, NGO ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ സോഷ്യൽ സപ്പോർട്ട്, അതിന് വേണ്ടത് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് അതുമായിട്ട് നമുക്ക് അവരെ കണക്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം. അല്ലാണ്ട് കുറെ രൂപ കൊണ്ട് കൊടുക്കാനോ അങ്ങനെയൊന്നും ഹെൽപ്പ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അതാണ് പ്രാക്ടിക്കൽ കെയറും സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയുന്നത്. പിന്നെ കൂടുതൽ ഹാം ആകുന്ന, വിഷമാകുന്നതിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യും. പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ഫർദർ ഹാം, കൂടുതൽ ബുദ്ധിമുട്ടിൽ നിന്ന് അതിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യും. ഇങ്ങനെയുള്ള 7 തീംസ്, ബേസിക് ആയിട്ടുള്ള 7 തീംസ് ആണ് PFA ഉള്ളത്. അപ്പൊ നിങ്ങളിതൊന്ന് വായിച്ചു നോക്കിയിട്ട് വരും. ഇത് വായിക്കുമ്പോൾ തന്നെ കുറെയൊക്കെ നമ്മളുടെ ഉള്ളിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയകളും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിലെ ചില പ്രശ്നങ്ങളെ നമുക്ക് ഹീൽ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. ഓക്കെ ഓക്കെ അടുത്ത ടോപ്പിക് എടുത്ത് തീർക്കാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ നമ്മുടെ PFAയുടെ ഈ കൺസെപ്റ്റ് അത് പറയൂട്ടോ. സെക്കൻഡ് യൂണിറ്റും ഈ 6th യൂണിറ്റിന്റെയും കൂടെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടേക്കാം. കാരണം അത് ക്വസ്റ്റ്യൻ എന്തായാലും വന്ന് കിടന്നോട്ടെ, കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ 6th യൂണിറ്റ് കഴിയുമ്പോൾ അതങ്ങ് മറന്നു പോകും ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. Thank you, teacher. Thank you, ma'am. 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 ഉം. Thank you, ma'am.